ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അകന്നു പോകുന്നത്. ഓക്കെ, സോ എന്ത് കാരണം കൊണ്ടാണ് പ്രേക്ഷകരിൽ നിന്ന് പ്രേക്ഷകരേറെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ഇവരൊക്കെ അകന്നു പോകുന്നത് എന്തിനാണ്? ഓക്കെ, സോ രണ്ട് ഗ്രൂപ്പാണ്. ലെറ്റ്സ് സീ ഏത് ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, സോ രണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പ് കിങ് ഓഫ് സ്വോർഡ്. ഫസ്റ്റ് ഗ്രൂപ്പ് കിങ് ഓഫ് സ്വോർഡ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ദ എംപ്രസ്. സെക്കൻഡ് ഗ്രൂപ്പ് ആണ് ദി എംപ്രസ്. ഓക്കെ, സോ നമുക്ക് ഗ്രൂപ്പ് 1 നിന്ന് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് കിങ് ഓഫ് സ്വോർഡ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സോൾ കോൺട്രാക്റ്റ് എന്താണ് പ്രേക്ഷകരുടെ, എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ അറിയാവുന്ന ആൾക്കാർ പ്രേക്ഷകരിൽ നിന്ന് അകന്നു പോകുന്നത്. സർക്കിൾ ഓഫ് ലൈഫ്. Every phase of life has its purpose. Embrace the rhythm of cycles to find peace and insight. Life cycle, rebirth, wisdom, infinity, infinite continuity. Okay? So, ഇത് സർക്കിൾ ഓഫ് ലൈഫാണ്. ഇത് പറയുന്നത് ദാറ്റ് ഈ ഒരു ലൈഫിൽ, ഈ ഒരു ചക്രത്തിൽ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വരുന്ന ആൾക്കാരാണ്. വൺസ് ആ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഓക്കെ, സോ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ആൾക്കാർ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ദാറ്റ് മീൻസ് അവരുടെ പർപ്പസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നോ അത് അവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് പ്രേക്ഷകർ ആ ലെസൺ അല്ലെങ്കിൽ ആ പർപ്പസ് പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കിന് ആ വരുന്ന ആൾക്കാർ ജീവിതത്തിൽ നിന്ന് മാറി പോകുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ നമുക്കിനി ടാരോ നോക്കാം. എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിന്ന് ആൾക്കാർ മാറിപ്പോകുന്നത്? ഓക്കെ, സോ ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകരുടെ എനർജി, ഓറ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, പ്രേക്ഷകർ ചിലപ്പോൾ എപ്പോഴും അസുഖങ്ങൾ കൊണ്ട് ബാധിച്ചിരിക്കുന്നതായിരിക്കാം, ക്ഷീണമായിരിക്കാം, ഓക്കെ, ഒന്നും ചെയ്യാൻ തോന്നാത്തതായിരിക്കാം. പക്ഷെ പ്രേക്ഷകരുടെ ഓവറോൾ എനർജി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പ്രേക്ഷകരെ കാണുമ്പോൾ നിങ്ങളുടെ എനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നൗ ക്വീൻ ഓഫ് കപ്സ് ആണ്. സോ ഈ ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നത് പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷൻ പവർ വളരെ വളരെ നല്ലതാണ്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ഇടപെടുന്ന ആൾക്കാർക്ക് ഒരു പേടിയാണ്. ഓക്കെ, ബിക്കോസ് അവർക്ക് അറിയാം അവരുടെ മനസ്സിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രേക്ഷകർ നിങ്ങൾക്കെതിരെ ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെയുള്ളത് പ്രേക്ഷകർ എന്ത് ചെയ്താലും അതിനുള്ള റിവാർഡ്സ്, നല്ല റിവാർഡ്സ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായമായിരിക്കാം, ആൾക്കാർക്ക് വളരെയധികം സന്തോഷം തോന്നുമായിരിക്കാം പ്രേക്ഷകരുമായിട്ട് ഇടപെടുമ്പോൾ. ഓക്കെ, സോ പ്രേക്ഷകരുടെ ഓവറോൾ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. സോ ഈ കാരണത്താൽ ആണ് പ്രേക്ഷകരെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മാറിപ്പോകേണ്ടി വരുന്നത്. ബിക്കോസ് അവർക്ക് അവരുടെ എനർജി പ്രേക്ഷകരുടെ എനർജിയുമായിട്ട് കമ്പാറ്റബിൾ ആകുന്നില്ല, ഒരു സമതുല്യതയിൽ അത് പോകുന്നില്ല. സൺ എനർജിയാണ്. പ്രേക്ഷകർ എവിടെ ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിങ്ങൾ കയറി ചെല്ലുകയാണെങ്കിൽ പെട്ടെന്നാണ് ഒരു എനർജി ഷിഫ്റ്റ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഈവൻ തോ
വളരെ സന്തോഷമുള്ള വീടായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കാം. പക്ഷെ പ്രേക്ഷകർ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് പെട്ടെന്നാണ് എനർജി ഷിഫ്റ്റ് ആകുന്നത്. സന്തോഷമാണെങ്കിൽ അത് ഡബിളായി മാറും. ഓക്കെ, ദുഃഖമുള്ള വീടാണെങ്കിലും പ്രേക്ഷകരെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷിക്കാനാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി വളരെ വൈബ്രൻ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഓക്കെ, വളരെയധികം അട്രാക്റ്റീവ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്ന് ഏറെ പഠിക്കാൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങളൊരു ഓവറോൾ പാക്കേജാണ്. ഓക്കെ, സോ നിങ്ങൾ എവിടെ പോയാലും ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ പ്രേക്ഷകരെ കാണുമ്പോൾ ഒരു ക്രോർസ് ഓർ മില്യൺസിൻ്റെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, മൈറ്റ് ബി നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ ഉണ്ടാവില്ലായിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ എനർജി നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത്, ഓക്കെ, പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ പണക്കാരാണ്, അല്ലെങ്കിൽ ആ പണത്തിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വൈബ്സ് വരുന്നത്. ഓൾറൈറ്റ്, എവിടെയോ നിങ്ങൾ ഇപ്പോഴും പണത്തെ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയാണ് വരുന്നത്. എംപ്രസ് കാർഡാണ്. നിങ്ങൾ വളരെയധികം നന്മയുള്ളവരാണ്, എപ്പോഴും നല്ലത് പറയാനും, ഓക്കെ, ഒരാളുടെ ജീവിതത്തിൽ ആൾക്ക് ആ സമയത്ത് വേണ്ട സാന്ത്വനം കൊടുക്കാൻ പ്രേക്ഷകർക്ക് പറ്റുന്നതാണ്. ഓക്കെ, ഒരു ലവിങ് മദർഹുഡ് എനർജി, ഒരു ഫാദർഹുഡ് എനർജിയാണ് പ്രേക്ഷകർ നൽകുന്നത്. ഓക്കെ, വളരെ ശാന്തമായ ഒരു നേച്ചറാണ് പ്രേക്ഷകരുടെ. ഓക്കെ, സോ ആൻഡ് വെൽ എസ് വീനസ് എനർജിയാണ്, വളരെ അട്രാക്റ്റീവ് എനർജി, നല്ല ഭാവം, എല്ലാവർക്കും നല്ലത് ചെയ്യണം എന്നുള്ളൊരു ഭാവം, ആ ഒരു എനർജിയാണ് പ്രേക്ഷകരുടെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയിൽ നിന്ന് 10 ഇരട്ടി എനർജിയാണ് പ്രേക്ഷകരുടെ. ഓക്കെ, സോ ഒരിക്കലും ആ എനർജി ഒരു തുല്യ സമഭാവത്തിൽ ഒരു സമഭാവത്തിൽ അത് മുന്നോട്ട് പോകാൻ പാടാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുമായിട്ട് കോമ്പറ്റീഷൻ നടത്തുന്ന ആൾക്കാരായിരിക്കും പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ളത്. ഓക്കെ, കോമ്പറ്റീഷനാണ്, ജലസി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ സ്റ്റേറ്റസിലെത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷേ കഴിയാതെ പോകുന്നവരും ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ കോമ്പറ്റീഷൻ വെക്കുന്ന ആൾക്കാരാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. 7 ഓഫ് സോർഡ്, Knight of Wands, the Fool, the Emperor. Look at this, Empress and Emperor, and 4 of Sword. ഇവിടെ പ്രേക്ഷകരുടെ ഇൻ്റലിജൻസ് വളരെ നല്ലതാണ്. ഓക്കെ, പ്രേക്ഷകർ എന്ത് ചെയ്താലും വളരെ കാൽക്കുലേറ്റീവ് വേയിലാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രേക്ഷകർക്കറിയാം ഏത് കാര്യം എപ്പോൾ ഏത് സമയത്ത് ചെയ്തെടുക്കണം. ഓക്കെ, നിങ്ങളുടെ എനർജി എപ്പോഴും വരവേൽക്കുന്ന എനർജിയാണ്. ഓക്കെ, ലൈക്ക് ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ യെസ് എൻ്റെ അടുത്ത് ആ സന്തോഷം വരട്ടെ, ഒരു അബണ്ടൻസ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആ സമൃദ്ധി വരട്ടെ എന്നുള്ള എനർജിയാണ് പ്രേക്ഷകരുടെ. അതുപോലെ തന്നെ പ്രേക്ഷകർ ഒരാളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവർക്കും നല്ലത് വരട്ടെ, അവർക്കും സമൃദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഓക്കെ, റിസ്ക് എടുക്കുന്നവരാണ് പ്രേക്ഷകർ, പക്ഷെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. ഓക്കെ, ഒരു കാര്യത്തെയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ലോങ് ടേം ഗ്രഡ്ജസ് വെക്കാറില്ല. ഓക്കെ, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. ഒരു കാര്യം ഒരു സമയത്ത് പറഞ്ഞു, അത് അന്നേരം തന്നെ കളഞ്ഞു. ഈവൻ തോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് ഓർത്ത് വെച്ചാലും ആ ആളോട് ആ ഒരു രീതിയിൽ പെരുമാറുകയില്ല. ഓക്കെ, നിങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ്, ലവിങ്, ഇന്നത്തെ ചെയ്തെടുക്കുക എന്നുള്ള എനർജിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, പൂക്കൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്, പൂക്കളുടെ മണമുള്ള പെർഫ്യൂംസ് ധരിക്കുന്നവരാണ്. ഓക്കെ, ചില പ്രേക്ഷകരുടെ വാർഡ്രോബ്സ് തന്നെ പൂക്കൾ ഡിസൈനുള്ള വാർഡ്രോബ്സ് ആയിരിക്കും. ഓക്കെ, ബാഗ്സ് ആകാം, വാലറ്റ് ആകാം, ഷർട്ട് ഓർ കുർത്തീസ്. ഓക്കെ, ഇതെല്ലാം പൂക്കൾ റിലേറ്റഡ് ആയിരിക്കാം. പൂക്കൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്, പെർട്ടിക്കുലർലി റോസ്. ഓക്കെ, എംപറർ കാർഡ് വന്നിരുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പ്രേക്ഷകർ
വളരെ ഫാദർലി ഫിഗർ ഉള്ളവരാണ്. ഓക്കെ, കമാൻഡിങ് ആണ്. ഓക്കെ, പ്രേക്ഷകരുടെ ഈ ഒരു നേച്ചറും വളരെയധികം ഇൻറ്റിമിഡേറ്റിംഗ് ആകും പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക്. കാരണം നിങ്ങൾ വളരെ ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിലൊരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു സൂപ്പർഫിഷ്യൽ കാര്യമല്ല നിങ്ങൾ പറയുന്നത്. അതും ചില ആൾക്കാർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ പ്രേക്ഷകർക്കേറെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രേക്ഷകരെക്കാട്ടിലും പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നതില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണുമ്പോഴും ചില ആൾക്കാർക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 4 ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ സ്പിരിച്വൽ ലെവലിലെ കാര്യങ്ങളും ഏറെ ആൾക്കാർക്ക് ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. ഓക്കെ, ലൈക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്ത് മന്ത്ര ചൊല്ലുന്നതാകാം, എത്ര സമയം നിങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ദേവാലയങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അത്. ഓക്കെ, ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്. ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രന്ഥങ്ങൾ. ഓക്കെ, ഏത് ഗ്രന്ഥങ്ങളാണോ നിങ്ങൾ വായിക്കുന്നത് അത് വളരെയധികം ഇൻറ്റിമിഡേറ്റിംഗ് ആണ് പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക്. ഓക്കെ, അവർക്കത് എന്തുകൊണ്ടോ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് എനിക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലും ഗോസിപ്പാണ്. ഓക്കെ, നിങ്ങളുടെ നന്മകൾ, നിങ്ങൾ ചെയ്യുന്ന ജോലികൾ, നിങ്ങളുടെ ആത്മാർത്ഥത, അതിലൊക്കെ ഗോസിപ്പ് അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഈവൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പോലും ഗോസിപ്പ് ചെയ്യാൻ മടിക്കാത്തവരാണ്. ഓക്കെ, മൈ ബി നിങ്ങളുടെ പ്രാർത്ഥനകൾ തെറ്റായ പ്രാർത്ഥനകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും കാണും. അത് അറിയുകയാണെങ്കിൽ സർപ്രൈസ് ആകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറയുകയാണ്. ഓൾറൈറ്റ്, സോ അത്രയ്ക്ക് ജലസിയെക്കാട്ടിലും എൻവി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്ത് ഉള്ളത്. സോ അങ്ങനത്തെ ആൾക്കാർ പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഈ ആൾക്കാർ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞോ പറയാതെയോ മാറിപ്പോകുന്നതാണ്. അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുന്നതാണ് എവിടെ പ്രേക്ഷകർ തന്നെ അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് കാരണം. പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർ അറിയാവുന്ന, അത് റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, സ്വന്തം അമ്മയും അച്ഛനും ആകാം ചിലർക്ക്. ഓക്കെ, അവരൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ടി വരുന്ന കാരണങ്ങൾ. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകർക്ക് ഒരു അഡ്വൈസ് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരുടെ ലൈറ്റ് ഡിം ചെയ്യാതിരിക്കുക. ഓക്കെ, മറ്റാൾക്കാരെ ജീവിതത്തിൽ വെക്കാൻ വേണ്ടി തല കുനിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈറ്റ് വളരെ ഇഫക്റ്റീവാണ്. ഏറെ ആൾക്കാർക്ക് സഹായം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഐശ്വര്യം, പ്രേക്ഷകർ സ്നേഹിക്കുന്ന ഫാമിലിക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സോ അതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്യുക. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. ഓക്കെ, ഐ ക്ലെയിം ദിസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 എന്നത് ഡെഫിനറ്റ്ലി എഴുതുക. ആൻഡ് ലൈക്ക് ചെയ്യുക, ഏറെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ, ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് എംപ്രസ് കാർഡാണ്. സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാറിപ്പോകുന്നത്. ഓക്കെ, ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അതിനു മുമ്പ് സോൾ കോൺട്രാക്റ്റ് നമുക്ക് നോക്കാം. എന്ത് സോൾ കോൺട്രാക്റ്റ് ആണ് പ്രേക്ഷകർക്കുള്ളത്? സോൾ അലയൻസ്. വാക്ക് വിത്ത് യുവർ സോൾ അലൈസ്. ടുഗെദർ യു വിൽ ഫുൾഫിൽ ഗ്രേറ്റർ മിഷൻസ്. കൊലാബറേഷൻ, സപ്പോർട്ട്, ഷെയർഡ് ഗ്രോത്ത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിന്ന് ചില ആൾക്കാർ മാറിപ്പോകുന്നത് പ്രേക്ഷകർക്ക് ശരിയാവുന്ന സോൾ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാനാണ്. ദാറ്റ് മീൻസ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരുടെ ലൈഫ് പർപ്പസ് വലിയ ലൈഫ് പർപ്പസ് ആണ്. എവിടെ ഏറെ ആൾക്കാരുടെ ഒത്തൊരുമയാണ് പ്രേക്ഷകർ
മറ്റാൾക്കാർക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ വലിയ മിഷനാണ് നിങ്ങൾക്കുള്ളത്. കൊലാബറേഷൻ ആണ് പറയുന്നത്, സപ്പോർട്ടാണ് പറയുന്നത്, ആൻഡ് ഗ്രോത്ത്. ഓക്കെ, എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുന്ന ഗ്രോത്ത്. സോ അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ ലൈഫിൽ ഈ സംഭവങ്ങൾ നടക്കുന്നത്. സോ ലെറ്റ് സി. ടാരോ ആണ് ഇനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ മാറിപ്പോകുന്നത്? 10 of Cups, 2 of Cups, Page of Pentacles, 2 of Wands, King of Swords. That's so beautiful. That is pile selection card. Card 1 selection ചെയ്ത കാർഡ് 2-ൽ വരുന്നുണ്ട്, ഗ്രൂപ്പ് 2-ൽ വരുന്നുണ്ട്, ആൻഡ് ഗ്രൂപ്പ് 2-ൽ ചെയ്ത സെലക്ഷൻ ഗ്രൂപ്പ് 1-ൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓവറോൾ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ കാര്യത്തിൽ പ്രേക്ഷകരുടെ കാര്യത്തിൽ വലിയ ഹെവി എനർജീസ് ഇല്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു സോൾ അലയൻസിലാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചേരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ചേരുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഈവൻ ലൈഫ് പാർട്ട്ണർ പോലും പ്രേക്ഷകർക്ക് ചേരുന്ന ആൾക്കാരായിരിക്കും ലൈഫിൽ വരുന്നത്. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ പല ദുരുദ്ദേശമുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ലൈഫിൽ നേരിടാൻ ഉള്ളൂ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക്. ഓക്കെ, സോ ഇവിടെ കാണിക്കുന്നത് 10 of Cups, 2 of Cups ആണ്. സോ ദാറ്റ് മീൻസ് പ്രേക്ഷകർക്ക് ശരിയാവുന്ന ആൾക്കാർ മാത്രമേ പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിലനിൽക്കുള്ളൂ. ഓക്കെ, അത് ഫാമിലിയിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഈവൻ ഇടപെടുന്ന സൊസൈറ്റി ആയിക്കോട്ടെ, പ്രേക്ഷകർക്ക് ശരിയാവാത്ത ആരും പ്രേക്ഷകരുടെ ലൈഫിൽ ഉണ്ടാകില്ല. ഓക്കെ, സ്ട്രോങ് പാർട്ട്ണർഷിപ്പാണ്. പ്രേക്ഷകർ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നല്ലൊരു പാർട്ട്ണറായിരിക്കും, സ്ട്രോങ് പാർട്ട്ണറായിരിക്കും ലഭിക്കുക. പ്രേക്ഷകർ കരിയറിലാണെങ്കിൽ നല്ലൊരു കൊലീഗ്, നല്ലൊരു സ്റ്റാഫായിരിക്കും പ്രേക്ഷകർ കിട്ടുന്നത്. ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ നല്ലൊരു ലൈഫ് പാർട്ട്ണർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈഫ് പാർട്ട്ണർ, നിങ്ങൾക്ക് വേണ്ടി ഏതൊരു കാര്യത്തിനും മുൻപേ ഇറങ്ങാൻ പറ്റുന്ന ഒരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കും പ്രേക്ഷകർക്ക് കിട്ടുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 2 of Wands ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ. ഓക്കെ, പ്രേക്ഷകർക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് സൗമ്യ രീതിയിൽ പഠിപ്പിക്കാനും ആൻഡ് നിങ്ങളിൽ നിന്ന് പഠിക്കാനും വരുന്ന സോൾ മെമ്പേഴ്സ് ആണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ വരുന്നത്. ഈവൻ പ്രേക്ഷകരുടെ പേരൻസ് പോലും നിങ്ങളിൽ നിന്ന് പഠിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. 2 of Wands ആണ് എപ്പോഴും ഡിസിഷൻ മേക്കിംഗ്, നിങ്ങളുടെ പ്രേക്ഷകരുടെ ഡിസിഷൻ മേക്കിംഗ് സ്ട്രോങ് ആക്കുന്ന സോൾ അലയൻസസ് ആയിരിക്കും എപ്പോഴും കൂടെ ഉണ്ടാകുന്നത്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് പ്രേക്ഷകരുടെ ഇൻ്റലക്ച്വൽ, ദാറ്റ് ഈസ് പ്രേക്ഷകർ, ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ ഇമോഷണൽ ബീയിങ്സ് ആണ്. ഓക്കെ, ഏറെ ഇമോഷണലി കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഈവൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ഇമോഷണൽ ബേസ്ഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഘടകം മാറ്റി ഇൻ്റലിജൻസ്, ഓക്കെ, നിങ്ങളുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനാണ് ഈ സോൾ അലയൻസ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് 2 കമ്പയർഡ് ടു ഗ്രൂപ്പ് 1 വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. 9 of Cups, wow, Wheel of Fortune, 5 of Wands and the Hangman. ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് മോസ്റ്റ്ലി ഈ ഗ്രൂപ്പിലെ അറൗണ്ട് 98% പ്രേക്ഷകർ അവരുടെ പാസ്റ്റ് ലൈഫിൽ ഏറെ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ഓക്കെ, ഒത്തിരി സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറെ നന്മകൾ പകർത്തിയിട്ടുണ്ട്. ഓക്കെ, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഏറെ കാര്യങ്ങൾ പ്രേക്ഷകർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ജന്മത്തിൽ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്ന വരദാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമേ ലൈഫിൽ നിൽക്കുകയുള്ളൂ. നിങ്ങളുടെ ലക്ക്, ഈ ഒരു ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകരുടെ ഭാഗ്യം
രണ്ടിരട്ടിയാക്കാനുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. Now 5 of Wands and Hangman, ജീവിതത്തിൽ വഴക്കുകൾ, ബഹളങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പ്രേക്ഷകർക്ക് ആകെ ചെയ്യേണ്ട സൊല്യൂഷൻ മെഡിറ്റേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഈ സിറ്റുവേഷൻ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് എനിക്ക് ഇടപെടേണ്ടി വരുന്നത് എന്നത് മാത്രം ചിന്തിക്കാനും ആ ചിന്തയിൽ വരുന്ന ഉത്തരങ്ങൾ, ഓക്കെ, സൊല്യൂഷൻസ് ആണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്. ഓക്കെ, ഓവറോൾ വളരെ നല്ല കാർഡ്സ് ആണ്, വളരെ നല്ല കാർഡ്സ്. ഓക്കെ, വാട്ട് എൽസ്, എന്തുകൊണ്ടാണ് ആൾക്കാർ മാറിപ്പോകുന്നത്? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, മൈ ഗുഡ്നസ്, ടെമ്പറൻസ്. ഓക്കെ, സോ പ്രേക്ഷകർക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ എനർജി ഒരു ഹാപ്പി എനർജിയാണ്, വെൽക്കമിങ് എനർജിയാണ്, ഹൈ വൈബ്രേഷണൽ ആണ്. ഓക്കെ, നിങ്ങൾ നല്ലത് മാത്രമേ എടുക്കൂ, നല്ലത് മാത്രമേ കൊടുക്കൂ. ഓക്കെ, ഇച്ചിരി സെൽഫിഷ് എനർജിയും കൂടി പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ എടുക്കാനാണ് നിങ്ങൾക്കിഷ്ടം. ഓക്കെ, സോ എടുക്കാൻ ഇഷ്ടം ഇൻ ദ സെൻസ് നിങ്ങൾ സൗഭാഗ്യം വർദ്ധിക്കണം, ഓക്കെ, എന്നാഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പണം വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നവർ, എല്ലാ സന്തോഷം നിങ്ങൾക്ക് എന്താഗ്രഹിക്കുന്നു അത് കിട്ടണം, ഓക്കെ, ഒന്നുപോലും കിട്ടാതെ പോകരുത് എന്നുള്ളൊരു ഭാവം, അതിനെയാണ് സെൽഫിഷ് ഭാവം എന്ന് പറയുന്നത്. അങ്ങനെയും പ്രേക്ഷകർക്ക് വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി എല്ലാം സംരക്ഷിക്കുക, പ്രേക്ഷകരുടെ എനർജി എല്ലാം സംരക്ഷിക്കുക, ഓക്കെ, ഒത്തുചേർത്ത് വെക്കുക എന്നതിൻ്റെ എനർജിയാണ്. ഓക്കെ, സോ ഒരു ഹെഡ് ഓഫ് ദ ഫാമിലി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സമമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു അതോറിറ്റി എന്ന് പറയാം എടുക്കുന്ന പ്രേക്ഷകരാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്കും വെളിയിൽ നിന്ന് കാണുന്ന ഒരാൾക്കും നിങ്ങൾ വളരെ സമൃദ്ധിയുള്ള ഒരാളാണ്. ഓക്കെ, പെർട്ടിക്കുലർലി ഫാമിലിയിൽ നിന്ന്. ഓക്കെ, ദാറ്റ് മീൻസ് ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങൾ, അമ്മ, അച്ഛൻ എല്ലാവരും ഒത്തുചേർന്ന് താമസിക്കുന്ന, ഓക്കെ, എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് ലഭിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങൾക്കുള്ളത്. ടെമ്പറൻസ് കാർഡാണ്. എപ്പോൾ നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ബാലൻസിലേക്ക് തിരികെ വരും. ആയത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് അത് നേരെയാക്കിയെടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് നേരെയാക്കിയെടുക്കും. എവിടെ നിങ്ങൾക്ക് ഏറെ സ്ട്രെസ്സോ ടെൻഷനോ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഓവറോൾ ഈ ഒരു ഗ്രൂപ്പിൽ ആകെയുള്ളത് ദാറ്റ് ഈസ് നിങ്ങളുടെ എനർജിക്ക് ആര് ശരിയാവുന്നില്ല, ഓട്ടോമാറ്റിക്കലി അവർ മാറിപ്പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് 2 നിങ്ങളുടെ റീഡിംഗ്. ഈ റീഡിംഗ് ക്ലെയിം ചെയ്യാൻ കമൻറ്റ് സെക്ഷനിൽ ഐ ക്ലെയിം ഗ്രൂപ്പ് 2 എന്നത് ഡെഫിനറ്റ്ലി എഴുതുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.